ഇപ്പോൾ കോഴിക്കോട്ട് നിന്നൊരു വളരെ വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട്. താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ച നിലയിൽ. താമരശ്ശേരി സ്വദേശി മുരളീധരനാണ് മരിച്ചത്. പഞ്ചായത്ത് ഓഫീസിന്റെ കോണിപ്പടിയിലാണ് മുരളീധരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് മുരളീധരന്റെ ഓട്ടോറിക്ഷയും നിർത്തിയിട്ടിട്ടുണ്ട്. മുരളീധരന്റെ ഓട്ടോറിക്ഷയുടെ അടവ് തെറ്റിയതിനെ തുടർന്ന് ഫൈനാൻസ് കമ്പനി ജീവനക്കാർ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് പഞ്ചായത്ത് ഓഫീസിൽ പോയി ഈ ഡ്രൈവർ ഇങ്ങനെയൊരു കടുംകൈ കാണിച്ചത്? അരുൺ, ഗുഡ് മോർണിംഗ്. നിർഭാഗ്യകരമായ സംഭവം. താമരശ്ശേരിയിൽ ഓട്ടോ ഓടിക്കുന്നയാളാണ് മുരളീധരൻ. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ആളുകൾ അവിടേക്ക് എത്തിയപ്പോൾ താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കാണുകയായിരുന്നു. പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ കൂടി അവിടെ സമീപത്തുണ്ട്. ഇതിൽ സുഹൃത്തുക്കളൊക്കെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുടെ അടവ് തെറ്റിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഫൈനാൻസ് കമ്പനിക്കാരൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തുകയും അദ്ദേഹത്തിന് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ വലിയൊരു മാനസിക പ്രയാസം, സമ്മർദ്ദമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകാം. അതാകാം ഇങ്ങനെയൊരു ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് നിലവിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബം ഇതിലെന്താണ് പ്രതികരിക്കുക എന്ന കാര്യത്തിൽ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രതികരണം എന്താണ് അവരുടെ ഭാഗത്തു നിന്നുകൂടിയുള്ള പ്രതികരണം നമ്മൾ അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇങ്ങനെയൊരു ഫൈനാൻസ് കമ്പനിക്കാരുടെ സമ്മർദ്ദം, ഭീഷണി, ഇതൊക്കെ താങ്ങാൻ കഴിയാതെയാണ് അദ്ദേഹം ഇങ്ങനെ മരിച്ചത്, അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നിലവിൽ ഏതായാലും പോലീസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അരുൺ, ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായ ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് തോന്നുന്ന ഒരു സമയമുണ്ടാവും. പക്ഷേ ആത്മഹത്യയല്ല അതിനുള്ള പരിഹാരമേ മാർഗം എന്നുള്ളതാണ്. മുരളീധരൻ പോയി. മുരളീധരന്റെ കുടുംബമോ അവരിപ്പോഴും ഭൂമിയിൽ അവശേഷിക്കുകയല്ലേ? ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തത് കൊണ്ട് അടയ്ക്കാൻ പറ്റാതെ പോയതാവാം. ഇത്തരത്തിലുള്ള ഫിനാൻസ് കമ്പനിക്കാരാണെങ്കിൽ അമിതമായ സമ്മർദ്ദവും ചെലുത്തിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരം ആത്മഹത്യയല്ല. ആത്മഹത്യ സ്വാർത്ഥതയുള്ള മനുഷ്യരുടെ തെരഞ്ഞെടുക്കൽ മാത്രമാണ്.